അങ്ങനെ കോഴിക്കോട് എത്തി സുഖമായിട്ട് കിടന്നുറങ്ങിയ ചോദിച്ചാൽ അന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. കറണ്ട് പോയിട്ടും പീരിയഡ്സ് ആയിട്ടും ആകെ ഞാനാകെ ഷോക്കായിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടോ 7:45 എണീറ്റു. പിന്നെ എൻ്റെ കുളിയും പല്ലിയപ്പും ബാത്റൂമിൽ പോക്കും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ താഴെ ഇറങ്ങുമ്പോൾ ഏതാണ്ട് 8:15 8:20 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം അടുക്കളയ്ക്ക് കയറി റീനമ്മ അവിടെ പത്തിരിയും ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പത്തിരിക്ക് ഇഷ്ടക്കറി എന്നിട്ട് ഉണ്ടാക്കണം. അപ്പം അതിനുള്ള ഉരുളൻകിഴങ്ങും സബോളയും എല്ലാം നന്നാക്കിയിട്ട് വേഗം അടുപ്പത്ത് വെച്ചു. ആദർശേട്ടൻ എനിക്ക് വന്നോട്ട് അപ്പോഴേക്കും. അപ്പോൾ ചേട്ടൻ നേരെ പിന്നെ ചിക്കൻ വാങ്ങിക്കാനൊക്കെ പോയി. അപ്പോൾ ചേട്ടൻ വരുമ്പോഴേക്കും വേഗം ചിക്കനുള്ള ഐറ്റംസും കൂടി വേഗം നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു. സബോളയും ഇഞ്ചി പച്ചമുളക് പേസ്റ്റൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കിയിട്ട് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞു വെച്ചാൽ പകുതി പണി കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. അടുക്കളയിൽ വരുന്ന പാത്രങ്ങളും സിങ്കൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടോ. പിന്നെ ഇഷ്ടക്കറിയൊക്കെ മാറ്റി ഒഴിച്ച് ആ പാത്രമൊക്കെ കഴുകി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ആദർശേട്ടൻ ചിക്കനൊക്കെ വാങ്ങിച്ചു വന്നു. ഇനി ചിക്കൻ കഴുകേണ്ട പണിയേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് വെക്കേ വേണ്ടു. പിന്നെ ഇത് അപ്പോഴേക്കും ഞാൻ ചായ കുടിക്കാനുള്ള എല്ലാ ഐറ്റംസും മേശയുടെ മുകളിൽ കൊണ്ടുവയ്ക്കാൻ കേട്ടോ. പിന്നെ ഇതായി ചായയായി. ആദർശേട്ടനും ഉണ്ണിച്ചിനും വിത്തൗട്ടാണ് വേണ്ടത്. അപ്പോൾ മധുരം ഇടാത്ത ചായ മാറ്റി വെച്ചു. എനിക്കും അമ്മയ്ക്കും കുറച്ച് മധുരമൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി കേട്ടോ. ഡൈനിങ് ടേബിളിന് മുകളിൽ വലിയ ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് മാറ്റി വെച്ച് ചെറിയ ഗ്ലാസ്സൊക്കെ വെച്ചു. പിന്നെ ഉണ്ണിച്ചൻ പറഞ്ഞു കുളിച്ചിട്ട് ചായ കുടിക്കുന്ന. അപ്പം അച്ഛൻ കുളിക്കാൻ പോയപ്പോൾ ഞാൻ തക്കത്തിൽ വേഗം പോയിട്ട് അടിച്ചൂരി തുടയ്ക്കാൻ നോക്കാൻ കേട്ടോ. ഉമ്മറത്ത് മഴ പെയ്യണ കാരണം എപ്പോഴും നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അവിടെ അടിച്ചൂരി തുടച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഉമ്മറ അടിച്ചൂരി തുടച്ചതിന് ശേഷം ഞാൻ വേഗം ഹോള് അടിച്ചൂരി തുടയ്ക്കാൻ വേണ്ടി വന്നു കേട്ടോ. കാരണം റൂമുകൾ ഞാൻ പോണേക്കാൻ മുന്നേ ഫുൾ അടിച്ചൂരി തുടച്ച് ക്ലീൻ ആക്കിയതാ. പിന്നെ പരത്താനും ഇവിടെ ആരും ഇല്ലല്ലോ. അടിച്ചൂരി കഴിയുമ്പോഴേക്കും അച്ഛൻ്റെ കുളി കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പം ഞാൻ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി നിന്നു. തുടയ്ക്കാൻ നിന്നില്ല കേട്ടോ ഞാൻ. അങ്ങനെ എന്താ പത്തിരിയും ഇഷ്ടക്കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പത്തിരി റീനമ്മയാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്. അമ്മ ഉണ്ടാക്കാനായിട്ട് പത്തിരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദർശേൻ്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ തുടച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേഗം ചിക്കൻ നന്നാക്കാൻ നിന്നു കേട്ടോ. ചിക്കൻ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും ഫുഡ് റെഡിയാക്കണ്ടേ. അപ്പോൾ വേഗം ചിക്കൻ കറി നന്നാക്കാൻ അത് പൊരിക്കേണ്ടതൊക്കെ മാറ്റി വെച്ചു. റീനമ്മ ഇത് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കി തന്നു കേട്ടോ. അരിഞ്ഞ് എല്ലാം എനിക്ക് സെറ്റാക്കി തന്നു. അത് കാരണം എനിക്ക് നല്ല എളുപ്പമായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി ഇതേ ചിക്കൻ പൊരിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അത് അമ്മ ഞാൻ പറഞ്ഞില്ലേ അമ്മ നന്നാക്കി തന്നു. തേങ്ങ ചെരുകിയിട്ടും അരിഞ്ഞിട്ടും ഉള്ളിയൊക്കെ നന്നാക്കി അമ്മ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം ഉപ്പേരിയും വെച്ചു. പിന്നെ ഇത് കറിയായി ചൂടുവെള്ളം കുടിക്കാൻ വെച്ചു. ചിക്കൻ പൊരിക്കാൻ നിന്നു. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞ് നമ്മുടെ പണി കഴിഞ്ഞു. നമുക്ക് കുറേ നേരം വെറുതെ ഇരിക്കാൻ കേട്ടോ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം വെറുതെ ഇരുന്നു. പിന്നെ എല്ലാവരും ഇതേ ഓരോരുത്തരും ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ട് വർത്തമാനം പറഞ്ഞിട്ടൊക്കെ അവൻ ഇരുന്നു. ആദർശമായിട്ട് ഇതേ ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഉമ്മറത്തൊക്കെ വന്നിരുന്നു. നല്ല മഴ കേട്ടോ ഇവിടെ. കറണ്ട് ആണെങ്കിൽ ഇടയ്ക്ക് പോയിട്ടും വന്നിട്ടും നിൽക്കുക. വൈഫൈക്ക് സ്പീഡില്ല, നെറ്റ് കിട്ടുന്നില്ല, ആകെ ശോകമാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശേന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ട് ഉണ്ടാക്കുമല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദർശേനും കൊടുത്ത് ഉണ്ണിയച്ചനും ഞങ്ങളൊക്കെ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോഴേക്കും ഒരു സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പപ്പടം കാച്ചി പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഡൈനിങ് ടേബിളിലെല്ലാം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോൾ ആർക്കും വിശപ്പില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഡൈനിങ് ടേബിളിൽ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം റൂമിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ.